സ്വാഗതം. 15/12/2023 SC ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുക്ക് തസ്തികയിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനും അവയുടെ ആൻസറും ഒന്ന് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ നമ്പർ 1. പെരിഷബിൾ ഫുഡ് മെറ്റീരിയൽസ് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അഭികാമ്യമായ താപനില ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി 1 to 4 ഡിഗ്രി സെൽഷ്യസ്. 2. ഇറച്ചിയിലെ പ്രോട്ടീൻ ഡാഷ് എന്നറിയപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ എ മയോസീൻ. 3. ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കുമ്പോൾ അതിലെ ഡാഷ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ ഡി. 4. ഡാഷ് എന്നത് ഒരു ക്ലാസ് ഓഫ് പ്രൊഫഷണൽ കുക്കറിയിൽ ഉൾപ്പെട്ട ഒന്നാണ്. ആൻസർ ഓപ്ഷൻ എ ക്യൂസീൻ സിമ്പിൾ. 5. ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഡാഷ് എന്ന പിഗ്മെന്റ് ആകുന്നു. ആൻസർ ഓപ്ഷൻ ബി ക്ലോറോഫിൽസ്. 6. പഞ്ചസാര ചൂടാക്കിയാൽ ഡാഷ് ആയി മാറുന്നു. ആൻസർ ഓപ്ഷൻ എ ക്യാരമേൽ. 7. ഡാഷ് എന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ഘടനയാണ്. ആൻസർ ഓപ്ഷൻ ഡി സ്പോഞ്ചി. 8. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി നീക്കം ചെയ്യുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ സി പീലിംഗ്. 9. ആട്ടമാവ് നന്നായി കുഴയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? എ നന്നായി അലിഞ്ഞു ചേരാൻ, ബി ഗ്ലൂട്ടൻ ഉണ്ടാകുന്നതിന്, സി അതിൻ്റെ ചേരുവകൾ ഒരു മിശ്രിതം ആകുന്നതിന്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 10. ഡാഷ് എന്നത് പന്നിയിറച്ചിയുടെ കൊഴുപ്പിനെയാണ് പറയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ എ ലാർഡ്. 11. പച്ചക്കറികൾ അവയുടെ നിറം നഷ്ടപ്പെടാതെ പാചകം ചെയ്യുന്ന രീതിയെ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ഫാസ്റ്റ് ബോയിലിംഗ്. 12. ഡാഷ് ഒരു കെമിക്കൽ റൈസിംഗ് ഏജന്റിന് ഉദാഹരണം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബേക്കിംഗ് പൗഡർ. 13. ഡാഷ് എന്നത് ഗ്രില്ലിങ്ങിൻ്റെ വേവ് ഡൺനെസ് സൂചിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് പദം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒബ്ലു. 14. നേരിട്ടുള്ള ചൂടിൽ എണ്ണയോ കൊഴുപ്പോ ഉപയോഗിക്കാതെ പാചകം ചെയ്യുന്ന രീതിയെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബോയിലിംഗ്. 15. പാചകത്തിന് ആവശ്യമായ സാധനങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മിസ് എൻ പ്ലേ. 16. ഡാഷ് തരത്തിലുള്ള പാത്രങ്ങൾ മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന ആശാസ്യമല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റെയിൻലെസ് സ്റ്റീൽ. 17. ഡാഷ് എന്ന പാചക രീതി പോട്ട് റോയിസ്റ്റിംഗ്, സ്റ്റ്യൂയിങ് എന്നീ പാചക രീതികൾ സംയോജിപ്പിച്ചിട്ടുള്ളതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ബ്രൈസിംഗ്. 18. രോഗികൾക്കായി പാചകം ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പാചക രീതി ഡാഷ് ആകുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്റ്റീമിംഗ്. 19. ഒരു മൈക്രോവേവ് ഓവനിൽ ഇലക്ട്രിസിറ്റിയെ മൈക്രോവേവ് ആക്കി മാറ്റുന്നത് ഡാഷ് എന്ന് പ്രത്യേക ഭാഗമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മാഗ്നട്രോൺ. 20. വീണ്ടും ചൂടാക്കുക എന്നതിന് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് പദം ഏത്? വീണ്ടും ചൂടാക്കുക. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ റിഷ്വ. 21.
തന്തൂരി ചിക്കൻ എന്നത് ഡാഷ് സംസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക ഭക്ഷണം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പഞ്ചാബ്. തന്തൂരി ചിക്കൻ ഓപ്ഷൻ സി പഞ്ചാബ്. 22. ഡാഷ് ഒരു ഗുജറാത്തി വിശിഷ്ട ഭക്ഷണം ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഉന്തിയോ. 23. ഫിംഗർ മില്ലറ്റ് എന്നത് മലയാളത്തിൽ ഡാഷ് എന്നറിയപ്പെടുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പഞ്ഞപ്പുല്ല്. 24. ഡാഷ് ഉപയോഗിച്ചാണ് പരമ്പരാഗത രീതിയിൽ രാസഗുള ഉണ്ടാക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ചെന. 25. ഇഡ്ഡലിപ്പൊടി എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന മസാലയുടെ ശരിയായ പേര് ഡാഷ് എന്ന് ആകുന്നു. റൈറ്റ് ആൻസർ മുലകാപ്പൊടി മസാല. 26. ബ്രൗൺ റോസിൻ്റെ കൂടെ ഡാഷ് സ്റ്റോക്ക് ചേർക്കുമ്പോൾ ആണ് ബ്രൗൺ റോസ് ഉണ്ടാകുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ബ്രൗൺ. 27. വെജിറ്റബിൾ സ്റ്റോക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന സമയം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 20 to 25 മിനിറ്റ്. 28. മത്സ്യം, മാംസ്യം, പച്ചക്കറികൾ എന്നിവ വേവിച്ച ശേഷം പാത്രത്തിൽ മിച്ചം വരുന്ന ദ്രാവകം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പോട്ട് ലിക്കർ. 29. കൺസോമേ തയ്യാറാക്കുമ്പോൾ സൂപ്പിൻ്റെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടുന്ന ഘടകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി റാഫ്റ്റ്. 30. ചൗദർ ഏത് രാജ്യത്തെ പ്രധാന സൂപ്പാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക. 31. ഗ്രീൻ ടർട്ടിൽ സൂപ്പ് ഏത് രാജ്യത്തെ പ്രധാന സൂപ്പാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. 32. സോസുകൾക്ക് സാന്ദ്രത കൈവരിക്കാൻ പ്രധാനമായി ഉപയോഗിക്കുന്ന ഘടകം. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ റൂ. 33. ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു മദർ സോസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹോളൻഡൈസ്. 34. ബ്രൗൺ സോസിൻ്റെ പ്രധാനപ്പെട്ട ഉപസോസിനെ ഡാഷ് എന്ന് പറയപ്പെടുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഡെമി ഗ്ലൈസ്. 35. കൺസോമേ സെയിൻറ്റ് ജർമൻ എന്ന സൂപ്പിൻ്റെ ഗാർണിഷ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഗ്രീൻ പീസ്. 36. ഭംഗിയുള്ള ആകൃതിയിൽ മുറിച്ച ടോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് മിശ്രിതം വെച്ച അപ്പട്ടൈസർ ആണ് ഡാഷ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കനാപ്പെ. 37. അപ്പട്ടൈസർ ആയി വിളമ്പുന്ന സ്റ്റർജൻ ഫിഷിൻ്റെ ഉപ്പിലിട്ട് ഉണക്കിയ മുട്ടയെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കവിയർ. 38. കുക്കുംബർ സാലഡിൽ മുഖ്യ ഘടകമായ കുക്കുംബറിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാർട്ട് ഓഫ് ബോഡി. 39. സലാഡിൻ്റെ രുചിയും മണവും കൂട്ടുന്ന ദ്രാവക രൂപത്തിലുള്ളതും സാലഡിൻ്റെ മുകൾ ഭാഗത്തോ മിക്സ് ചെയ്യുകയോ ചെയ്യുന്ന ഘടകങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഡ്രസ്സിംഗ്. 40. പ്രായമായ മൃഗങ്ങളുടെ മാംസത്തിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിന് ഡാഷ് നിറമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കടും മഞ്ഞ. 41. മൃഗങ്ങളെ കശാപ്പ് ചെയ്ത ഉടനെ അതിൻ്റെ പേശികൾ ദൃഢമാകുകയും മാംസത്തിന് കട്ടിവെക്കുകയും ചെയ്യുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി റിഗർ മോർട്ടിസ്. 42. പരന്നതും വൃത്താകൃതിയിൽ ഉള്ളതും കരളിൽ മാത്രം കൊഴുപ്പ് കാണുന്നതുമായ മത്സ്യങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി
വൈറ്റ് ഫിഷ്. 43. പുതിയ മത്സ്യങ്ങളുടെ ചെകിളപ്പൂവുകൾക്ക് ഡാഷ് നിറമായിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ചുവപ്പ്. 44. വലിയ മത്സ്യങ്ങളിൽ നിന്നും ഏകദേശം 3 സെൻറ്റിമീറ്റർ കനത്തിൽ എല്ലിനോടൊപ്പം മുറിച്ചെടുത്ത കഷണം ഡാഷ് എന്നറിയപ്പെടുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഡാൻ. 45. ആർട്ടിചോക്ക്, കോളിഫ്ലവർ എന്നിവ പച്ചക്കറികളിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഫ്ലവർസ്. 46. ബേക്കിംഗ് സോഡ പോലുള്ള ആൽക്കലികൾ ക്ഷാരം ഉപയോഗിച്ച് പച്ചക്കറികൾ വേവിച്ചാൽ അവ കൂടുതൽ ഡാഷ് ഉള്ളതാകുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മൃദു. 47. ബീറ്റ്റൂട്ട്, വഴുതന, വയലറ്റ് കാബേജ് എന്നിവയിൽ ഉൾപ്പെടുന്ന വർണ്ണവസ്തു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അന്തോസയാനിൻ. 48. രോഗികൾക്ക് പൊതുവെ ദഹനശേഷിയും ഭക്ഷണത്തോടുള്ള താല്പര്യവും ഡാഷ് ആയിരിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കുറവ്. 49. മുട്ട സൂക്ഷിക്കേണ്ട അനുയോജ്യമായ താപനില. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 2 to 5 ഡിഗ്രി സെൽഷ്യസ്. 50. വേവിച്ച മുട്ടയിൽ ഉണ്ടാകുന്ന ബ്ലൂ റിംഗ് എന്തിൻ്റെ പ്രവർത്തന ഫലമായാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് അയൺ. 51. 8 കോഴ്സുള്ള റെസ്റ്റോറൻറ്റ് മെനു താഴെ പറയുന്നവയിൽ ഏതു ഗണത്തിൽപ്പെടുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ അലാകാർട്ട് മെനു. 52. പാസ്ത വിഭവങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഫാരിനേഷ്യസ്. 53. താഴെ പറയുന്നവയിൽ കോൾഡ് ബുഫയിൽ പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി റോസ്റ്റ് ബീഫ്. 54. വളരെ പ്രായം ചെന്നവർക്കായി മെനു തയ്യാറാക്കുമ്പോൾ അതിലെ കാലറി മൂല്യം എങ്ങനെയായിരിക്കണം? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1500-ൽ കുറവ്. 55. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചീസിന് ഉദാഹരണം അല്ലാത്തത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ബെലൂഗ. 56. അടുക്കളയിലെ വേസ്റ്റ് ശേഖരിക്കുന്ന ഡസ്റ്റ് ബിന്നിന് വേണ്ട സവിശേഷത ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ മുറുക്കി അടയ്ക്കാവുന്ന അടപ്പ് ഉണ്ടായിരിക്കണം. 57. അടുക്കളയിലെ എണ്ണയുടെ പാത്രത്തിൽ തീപിടിച്ചാൽ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? അടുക്കളയിലെ എണ്ണയുള്ള പാത്രത്തിൽ തീപിടിച്ചാൽ ഏത് തരം ഫയർ എക്സ്റ്റിങ്ക്വിഷർ ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഫയർ ഹോസ്. 58. ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഊർജം ലാഭിക്കാനായി ചെയ്യേണ്ടത് ഏത്? ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ഊർജം ലാഭിക്കാനായി ചെയ്യേണ്ടത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഓവൻ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രീ ഹിറ്റ് ചെയ്യുക, സ്റ്റാൻഡ് ബൈയിൽ വയ്ക്കാതിരിക്കുക. 59. ഷെഫ് ദി ക്യൂസിൻ എന്നാൽ ആരാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ എക്സിക്യൂട്ടീവ് ഷെഫ്. 60. കോൾഡ് ബൂഫെ, സാൻഡ്വിച്ച്, കനാപ്പെ, ലാർഡർ ജോലികൾ മുതലായവ ആരുടെ ഉത്തരവാദിത്തമാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഷെഫ് ഗാർഡ് മാൻചർ. 61. ഷെഫ് കമ്മ്യൂണറുടെ ജോലി എന്ത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റാഫ് കുക്ക്. 62. ബാക്ടീരിയ പെട്ടെന്ന് വളരുന്ന താപനില അഥവാ ടെമ്പറേച്ചർ ഡേഞ്ചർ സോൺ എന്നാൽ എത്രയാണ്? ബാക്ടീരിയ പെട്ടെന്ന് വളരുന്ന താപനില അഥവാ ടെമ്പറേച്ചർ ഡേഞ്ചർ സോൺ എന്നാൽ എത്രയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ
45 മുതൽ 140 ഡിഗ്രി ഫാരൻഹീറ്റ്. 63. അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ കൈ നിർബന്ധമായും കഴുകിയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, പച്ചക്കറികൾ കഴുകിയതിന് ശേഷം. 64. പെട്ടെന്ന് കേടാകുന്ന ഹൈ റിസ്ക് ഫുഡിൽ പെടാത്തത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, വെജിറ്റബിൾ കറി. 65. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രോസ് കണ്ടാമിനേഷന് സാധ്യത കുറവുള്ള പദാർത്ഥം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ക്രോസ് കണ്ടാമിനേഷന് സാധ്യത കുറവുള്ള പദാർത്ഥം ഏത്? ഓപ്ഷൻ സി, കാബേജ് തോരൻ. 66. രോഗാണുക്കൾ വേഗം പടരാനും സാധ്യതയുള്ളത് എങ്ങനെയുള്ള കൈകളിലാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, നനഞ്ഞ പ്രതലത്തിൽ. 67. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്ന ഫ്രിഡ്ജിലെ താപനില ഏറ്റവും കുറഞ്ഞത് എത്രയായിരിക്കണം? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 5 ഡിഗ്രി സെൽഷ്യസ്. 68. മനുഷ്യരുടെ തൊലിയിലും മൂക്കിലും മുറിവുകളിലും കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയുടെ പേര്? ഓപ്ഷൻ എ, സ്റ്റെഫൈലോകോക്കസ്. 69. ശരിയായി പാചകം ചെയ്യാത്ത പന്നിയിറച്ചിയിലൂടെ മനുഷ്യർക്ക് വരുന്ന രോഗത്തിൻ്റെ പേര്? ട്രിച്ചിനോസിസ്. ഓപ്ഷൻ എ, ട്രിച്ചിനോസിസ്. 70. വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട അടിയന്തര സാഹചര്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, അതിൽ കോഴിയുടെ എല്ല് കിടക്കുന്നുണ്ടെങ്കിൽ. 71. താഴെ പറയുന്നവയിൽ ടോക്സിൻ അല്ലാത്തത് ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, കീമോറ്റോടോക്സിൻ. 72. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകാൻ സാധ്യതയില്ലാത്ത ലോഹം? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇരുമ്പ്. 73. പെട്ടെന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ സാധ്യതയില്ലാത്തതാർക്ക്? ഓപ്ഷൻ ഡി, യുവാക്കൾക്ക്. 74. ഫുഡ് പോയ്സണിങ്ങിൻ്റെ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയുടെ സാധാരണ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ, ഛർദി, വയറുവേദന, വയറിളക്കം. ഫുഡ് പോയ്സണിങ്ങിൻ്റെ ഭക്ഷ്യവിഷബാധയുടെ സാധാരണ ലക്ഷണങ്ങൾ ഏതെല്ലാം? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ഛർദി, വയറുവേദന, വയറിളക്കം. 75. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെസ്റ്റിന് അഥവാ കീടത്തിന് ഉദാഹരണം ഏത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. എ, പട്ടി, ബി, പൂച്ച, സി, എലി. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. 76. ഒരു കസ്റ്റമറിന് നൽകുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് പറയുന്ന പേര് എന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, പോർഷൻ കൺട്രോൾ. 77. നല്ല സാധനങ്ങൾ നോക്കി വാങ്ങുന്നയാൾ വാങ്ങുന്ന സാധനത്തിൻ്റെ വിലയും ഡാഷും ഉറപ്പാക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, ക്വാളിറ്റി. 78. സൂപ്പുകൾക്കും സോസുകൾക്കും ഉപയോഗിക്കുന്ന പോർഷൻ കൺട്രോൾ ഉപകരണം എന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ലാഡിൽസ്. 79. ഡാഷിൽ വാടക, നിരക്കുകൾ, ചൂടാക്കൽ, ലൈറ്റിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഓവർ ഹെഡ്സ്. 80. വിൽപ്പന മൈനസ് ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡാഷ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, നെറ്റ് പ്രോഫിറ്റ്. 81. കൺട്രോൾ സിസ്റ്റത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ? എ, മെനുവിൽ പതിവ് മാറ്റങ്ങൾ, ബി, ധാരാളം വിഭവങ്ങൾ ഉള്ള മെനുകൾ, സി, ധാരാളം ചേരുവകളുള്ള വിഭവങ്ങൾ, ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 82. വില നിർണയ രീതി ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
വില നിർണയ രീതി ഡാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് റെസിപ്പീസ്. 83. സംഭരണത്തിനായി ഭക്ഷണങ്ങളെ ഡാഷായി തിരിച്ചിരിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 3. 3ആയി തിരിച്ചിരിക്കുന്നു. 84. ഡാഷ് ഭക്ഷണങ്ങളിൽ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര, മാവ് മുതലായവ ഉൾപ്പെടുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഡ്രൈ. 85. ഫ്രഷ് ഇറച്ചിയും കോഴിയിറച്ചിയും സ്റ്റോർ ചെയ്യുന്നതിനുള്ള താപനില ഡാഷ് മുതൽ ഡാഷ് വരെയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസ് ടു 6 ഡിഗ്രി സെൽഷ്യസ്. 86. എൻസൈമുകളുടെ സഹായത്തോടെ ഭക്ഷണം വിഘടിപ്പിക്കുന്നതാണ് ഓപ്ഷൻ എ ഡൈജഷൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഡൈജഷൻ. 87. ഡാഷ് തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 2 തരത്തിലുള്ള പ്രോട്ടീനുകളുണ്ട്. 88. സെല്ലുലോസ് ഡാഷ് ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കാർബോഹൈഡ്രേറ്റ്. 89. ഡാഷ് വിവിധ അമിനോ ആസിഡുകൾ ചേർന്നതാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പ്രോട്ടീൻ. പ്രോട്ടീൻ വിവിധ അമിനോ ആസിഡുകൾ ചേർന്നതാണ്. 90. ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ഡാഷുടെ നല്ല ഉറവിടമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് വിറ്റാമിൻ എയുടെ നല്ല ഉറവിടമാണ്. 91. ഡാഷുടെ ഒരു പ്രധാന ഉറവിടം സൂര്യപ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ പ്രധാന ഉറവിടം സൂര്യപ്രകാശത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്നാണ്. 92. കാൽസ്യം, വിറ്റാമിൻ ഡി എന്നിവയുമായി ചേർന്ന് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് ഡാഷ് ആവശ്യമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ പ്രോസ്പെറസ്. 93. ഡാഷ് ചൂടാക്കുമ്പോൾ അത് കട്ട പിടിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി പ്രോട്ടീൻ. പ്രോട്ടീൻ ചൂടാക്കുമ്പോൾ അത് കട്ട പിടിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. 94. ഭക്ഷണത്തിൻ്റെ ഊർജ മൂല്യം അളക്കുന്നത് ഡാഷ് എന്ന പദമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി കലോറി. ഭക്ഷണത്തിൻ്റെ ഊർജ മൂല്യം അളക്കുന്നത് കലോറി എന്ന പദമാണ്. 95. 10 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഡാഷ് കലോറി ഉൽപ്പാദിപ്പിക്കും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 40 കലോറി ഉൽപ്പാദിപ്പിക്കും. 96. ഭക്ഷ്യനിറങ്ങൾ സ്വാഭാവികമായി എന്തിൽ നിന്ന് ലഭിക്കുന്നു? ഓപ്ഷൻ എ പ്ലാന്റ്, ബി വെജിറ്റബിൾസ്, സി ഫ്രൂട്ട്സ്, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 97. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും വർദ്ധിപ്പിക്കുവാൻ ഡാഷ് ഉപയോഗിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ഫ്ലവറിംഗ്. ഭക്ഷണത്തിൻ്റെ രുചിയും മണവും വർദ്ധിപ്പിക്കാൻ ഫ്ലവറിംഗ് ഉപയോഗിക്കുന്നു. 98. ഡാഷ് ആൻറ്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. ഓപ്ഷൻ ബി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻറ്റി ഓക്സിഡന്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ്. 99. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരം സ്ഥാപിതമായൊരു സ്വയംഭരണ നിയമപരമായ സ്ഥാപനമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി FSSAI. 100. ഭക്ഷ്യ വ്യവസായത്തിൽ ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയാൻ ഡാഷ് വ്യാപകമായി ഉപയോഗിക്കുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി HACCP. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി HACCP. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.